ഇന്ന് തൊട്ട് അങ്ങോട്ടേക്ക് എനിക്കൊരു സങ്കടകരമായ ദിവസം തന്നെയാണ് കേട്ടോ എൻ്റേത്. അതുകൊണ്ട് തന്നെ ദേ ഇപ്പം വെളുപ്പിനൊന്നും അങ്ങനെ എഴുന്നേൽക്കാനൊന്നും തോന്നുന്നില്ല. ഒരു മൂഡ് ഓഫ്. പിന്നെ എല്ലാ ദിവസവും ഞാൻ 5 മണി 4:30 ആ ഒരു സമയത്തൊക്കെ എഴുന്നേറ്റുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടനും അനിയനൊക്കെ പണിയുണ്ട്. ഇന്ന് ഞാനും പിള്ളേരും തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അതിലുപരി വേറെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ. നേരെ അടുക്കളയിൽ വന്ന് പിന്നെ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ മെഴുക്ക് വരട്ടാമെന്ന് വെച്ചു. ഒരു മുട്ടയും പൊരിച്ച് വേണം അവർക്ക് ചോറ് കൊടുത്തു വിടാൻ. വേറെ കറികളൊന്നുമില്ല കേട്ടോ, ചാറുകറിയൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ കോവയ്ക്കൊക്കെ അരിഞ്ഞ് നേരെ അടുപ്പേൽ വെക്കുവാണ് കേട്ടോ. ഇന്ന് ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ കറി വെക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് മൺചട്ടിക്കകത്ത് തന്നെയാണ് ഞാൻ മെഴുക്ക് വരട്ടുന്നതും മോര് കാച്ചുന്നതൊക്കെ കേട്ടോ. ഇതിലാകുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ അതിലങ്ങനെ പെട്ടെന്ന് റെഡിയാക്കാമെന്ന് കരുതി. പിന്നെ കോവയ്ക്ക് പെട്ടെന്ന് ആവി കയറി വേവും. അതുകൊണ്ട് ഒത്തിരി രാവിലെ അങ്ങ് ഏക്കണ്ട കേട്ടോ. ഇന്ന് എനിക്ക് കാപ്പിക്ക് ഉണ്ടാക്കാനുള്ള മൂടൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കാപ്പിക്കായിട്ട് പുട്ടോ അപ്പോൾ ഒക്കെ ഉണ്ടാക്കിയാൽ ഒന്നിനുമുള്ള മൂടില്ല കേട്ടോ. അങ്ങനത്തെ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കോവയ്ക്ക അടച്ച് വെച്ചതിന് ശേഷം നേരെ അടിച്ച് വരാനായിട്ട് വന്ന് കുറച്ച് അധികം ഇന്നിവിടെ അടിച്ച് വരാനുണ്ട് കേട്ടോ. കാരണം ഇന്ന് പച്ചമുളക്, ഉള്ളി, കോവയ്ക്കയുടെ അതിൻ്റെ ഇതിൻ്റെ ഞട്ടും തൊലിയെല്ലാം ഞാൻ ഈ ഒരു തറയിൽ ഇങ്ങനെ വാരിയിട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ച് വരണം. പിന്നെ ഞാൻ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് അടുക്കള നല്ല രീതിയിൽ തുടച്ചതിന് ശേഷമാണ് കേട്ടോ പോകത്തുള്ളൂ. എല്ലാ ദിവസവും അടുക്കള തുടയ്ക്കും കേട്ടോ. പിന്നെ ഇത് ആ ഒരു തറയിൽ താഴെ ഇരിക്കുന്ന കുറച്ച് ചക്കക്കുരും ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം മേടിച്ച ചക്കയുടെ കുരുവാണ്. അങ്ങനത്തെ അടിക്കലെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ പാത്രം കഴുകാനായിട്ട് വന്നു കേട്ടോ. ഇന്ന് അങ്ങനെ കാര്യമായിട്ട് പാത്രം ഇല്ല. കാരണം ഇന്നലെ വൈകുന്നേരം തന്നെ ഞാൻ എല്ലാ പാത്രവും കഴുകി വെച്ച് കേട്ടോ. ഇന്നലെ ചെറുതായിട്ട് മഴ ചാറി. ചാറ്റൽ മഴയത്ത് നിന്ന് തന്നെ ഞാൻ എല്ലാ പാത്രവും കഴുകി കേട്ടോ. പിന്നെ എനിക്ക് സങ്കടവും മൂകതയൊക്കെ ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയുടെ കാര്യം തന്നെയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ അമ്മയ്ക്ക്, എൻ്റെ ഈ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് ഉറങ്ങിയത് പോലെയാണ് കേട്ടോ. കാരണം അത് എനിക്ക് ഇത്രയും സങ്കടം വേറെ ഒരു കാര്യങ്ങൾക്കും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു പെണ്ണിനെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ വീട്ടിൽ പോരും വഴക്കും ജോലികൾ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ഇത് പിന്തുടരുന്നുണ്ട്, ആ ഒരു പോരും ഇതൊക്കെ കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ 2 കുഞ്ഞുങ്ങളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പോലും ഒരു ഈർക്കിളി പോലും എന്നെക്കൊണ്ട് എടുത്ത് അപ്പുറത്തേക്കൊന്നും ഇടിയിച്ചിട്ടില്ല. എന്നെക്കൊണ്ട് ഒരു പണികളും പറഞ്ഞ് ചെയ്യിച്ചിട്ടില്ല. അങ്ങനെ ഒരു അമ്മയാണ് കേട്ടോ ഈ അമ്മ. ഞങ്ങളുടെ ഒട്ടുമിക്ക വീഡിയോസും കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആൾക്ക് ചെറുതായിട്ട് ഓർമ്മക്കുറവ്, ചെറുതെന്നല്ല വലിയ രീതിക്ക് തന്നെ ഓർമ്മക്കുറവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് എന്തൊക്കെയാണ് പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ മറന്നു പോകുന്നു. അതുപോലെ കറികളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്നൊക്കെ മറന്നുപോയി. ചോറ് മാത്രം ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. അങ്ങനെയൊക്കെ ഓരോ ദിവസം കൂടുന്തോറും ആൾക്ക് അങ്ങനെ ഒരു ഇതാണ്. പിന്നെ നമുക്ക് അത് തന്നെ ഒരു സങ്കടമാണ്. കാരണം എൻ്റെ ഒരു വലം കൈ തന്നെയാണ് അമ്മ. അപ്പം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുമാണ് കേട്ടോ. അങ്ങനെ ഇന്ന് എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ചേട്ടനും അനിയനും പോയി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ 2 പേരും എൻ്റെ കയ്യിൽ തന്നെയാണ്. ആരുടെയും കയ്യിൽ, അമ്മയുടെയും അച്ഛൻ്റെയും കയ്യിലൊന്നും ഞാൻ കൊടുക്കാറില്ല കേട്ടോ. അങ്ങനത്തെ പെട്ടെന്ന് തന്നെ 2 പേർക്കുള്ള ചോറൊക്കെ പാക്ക് ചെയ്ത് ബാഗിൽ വെച്ചു. അപ്പോൾ പിന്നെ ദേ പിള്ളേർ അമ്മയുടെ തൽക്കാലം കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ അമ്മയുടെ കൊടുക്കാം, നമുക്ക് ഇങ്ങോട്ട് മാറാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഇത്രയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.